ഓക്കെ, അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് എന്താണ്? നമ്മളുടെ ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്താണ് പറയുന്നത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ എന്താണ്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഒരു ആംബിയസ് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ അത് തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പെരിമെന്റിലൂടെ സയൻസ് എന്താ തെളിയിച്ചത്? വെൻ an electric conductor is placed in a magnetic field it experience a force. ഓക്കെ, ഒരു ഇലക്ട്രിക് കണ്ടക്ടർ നമ്മൾ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ അത് എന്താണ്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്. ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മാഗ്നറ്റിൻ്റെ നടുവിൽ നമ്മളൊരു കറണ്ട് ക്യാരിങ് ഒരു വയർ വെച്ചു എന്ന് വിചാരിച്ച് നമുക്ക് രണ്ട് മാഗ്നറ്റ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോളുള്ള രണ്ട് മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിന് നടുവിൽ കൊണ്ടുപോയി നമ്മളൊരു കറണ്ട് ക്യാരിങ് ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെച്ചെന്ന് വെച്ചാൽ ആ ഒരു കണ്ടക്ടർ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയും. അതിൻ്റെ അവിടെ എന്താണ്? ഒരു ഫോഴ്സ് കൊടുത്തത് പെട്ടെന്ന് തെറിച്ചു പോകുന്നുണ്ട് പുറത്തേക്ക്. അപ്പം അതാണ് നമ്മൾ പറയുന്നത്, അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറഞ്ഞത് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. ഓക്കെ, ആംബിയസ് എക്സ്പെരിമെന്റ് എന്താണ്? when electric current is placed in a magnetic field it experiences a force. This force is directly എന്താണ്? ഈ ഫോഴ്സ് എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് കൂടുന്നതാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? അതിന് മാഗ്നറ്റിക് ഫീൽഡിനും അത് ലെങ്ത്തിനും അത് എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കി, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, യു ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ആ മാഗ്നറ്റിന് നടുവിലുള്ള നമ്മളുടെ ഒരു കറണ്ട് ക്യാരിങ് കോയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ പൊസിഷൻ ഇവിടെ ആയിരുന്നു. അതെന്താണ്? ജസ്റ്റ് വയർ വെച്ചിട്ട് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്നത്. ഈ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളുടെ ഇത് പോസിറ്റീവ് ടെർമിനലാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? ഇങ്ങനെ കറണ്ട് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ കണ്ടോ ഒരു ഫോഴ്സ്, ആ ഒരു രണ്ട് മാഗ്നറ്റ് ഉണ്ടോ, നോർത്ത് പോളും ഇവിടെ നോർത്തും ഇത് സൗത്ത് പോളുമാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മളുടെ ഈ ഒരു വയർ, ഈ കണ്ടക്ടർ കൊണ്ടായി വെക്കുന്നത്. ഇപ്പൊ ഈ കണ്ടക്ടർ വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കറണ്ട് പാസ് ചെയ്യിപ്പിക്കും. കണ്ടക്ടർ തെറിച്ചിട്ട് കണ്ടോ ഫോഴ്സ് വന്നിട്ട് പിന്നെ കണ്ടക്ടർ നിൽക്കുന്നത് ഇവിടെയാണ് കണ്ടോ, തെറിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇതേപോലെ നമ്മൾ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു, കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച്. ഇവിടെ എങ്ങനെ കറണ്ട് ഇങ്ങനെയായിരുന്നു പാസ് ചെയ്തത്. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മളുടെ എന്തായിരുന്നു? ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി. ഓക്കെ, അപ്പൊ എന്താണ്? ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ചെയ്തു. അല്ല, ഫോഴ്സ് ഇവിടെ വന്നുണ്ടോ? ഓക്കെ, ഫോഴ്സ് പിന്നെ താഴോട്ടേക്കായി. കറണ്ട് നമ്മൾ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഫോഴ്സ് താഴോട്ടിലേക്കായി. ആണോ, നമ്മളുടെ നേരത്തെ മുകളിലോട്ട് പൊങ്ങിയത് ഇപ്പം എന്താണ്? കണ്ടക്ടർ താഴോട്ടേക്കായി. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഓൺ എ സ്ട്രെയിറ്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്കൊരു റൂൾ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡയറക്ഷൻ പറയുന്നത്. എന്തായിരുന്നു? ഫോഴ്സ് പിന്നെ എന്തായിരുന്നു? ഫോഴ്സ് ഓർ മൂവ്മെന്റ് അല്ലെ, നമ്മളുടെ ആ ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു? നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ, പിന്നെ എന്തിന്റെ ഡയറക്ഷനോട് അത് എഫക്ട് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഈ മൂന്നും കൂടെ വെച്ചിട്ട് നമ്മൾ റൂള് പറയുന്നുണ്ട്. അതാണ് ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത റൂള് പഠിക്കുന്നത് എന്താണ്? ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചു അല്ലെ. അത് ജസ്റ്റ് എന്തായിരുന്നു? നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷനും നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പഠിക്കാനായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളുടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അല്ലെ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ അത് വെക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് ആ കണ്ടക്ടർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ മൂവ്മെന്റ് നടക്കുന്നത് അവിടെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ കറണ്ട് ഏത് രീതിയിലേക്കാണോ പാസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടേക്കും ഫോഴ്സും അതിന്റെ ഡയറക്ഷനും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ റൂൾ പറയുന്നത് എന്താണ്? ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ്. ഓക്കെ, എന്താ പറയുന്നത് നോക്കി. Fleming's left-hand rule states that the direction of force applied to a current-carrying wire is perpendicular to both direction of current as the magnetic field. Okay, magnetic fieldിന്റെയും കറണ്ടിനും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. എന്താണ് പെർപെൻഡിക്കുലർ എന്ന് അറിയാലോ? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമുക്കറിയാം അല്ലെ. അപ്പം നമ്മളുടെ എന്താണ്? ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങനെയാണ് ആ റൂള് പറയുന്നത്. എന്താണ് പറയുന്നത്? എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം, ഫിഗർ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ ഡയറക്ഷൻ. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇതെന്താണ്?
പെർപെൻഡിക്കുലർ ആണ്, ഓരോന്നിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇതാണ് നമ്മൾ ത്രസ്റ്റ് ഓർ മോഷൻ എന്ന് ഉദ്ദേശിച്ചത് ഫോഴ്സ് ആണ്. ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ, ആ ഫോഴ്സ് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കായിരിക്കും നമ്മളുടെ കണ്ടക്ടർ മോഷൻ അല്ലെ, മോഷൻ നടന്നത് അല്ലെ, എവിടേക്കാണോ മൂവ്മെന്റ് നടന്നത് അതാണ് നമ്മളുടെ ഈ എന്താണ് തമ്പ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ ഇൻഡെക്സ് ഫിംഗർ എവിടെയൊക്കെ കാണിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ ഒരു ഫിംഗർ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിംഗർ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പിന്നെ നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് നമ്മളുടെ മിഡിൽ ഫിംഗർ. ഓക്കെ, അപ്പം നമ്മൾ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഫസ്റ്റ് ഫിംഗർ, തമ്പ് ഫിംഗർ എന്തായിരുന്നു, നമ്മുടെ ഫോഴ്സ് ഓർ മോഷൻ ഓർ ത്രസ്റ്റ്. ഓക്കെ, നമുക്ക് ഫോഴ്സിന് നമുക്ക് ത്രസ്റ്റ് എന്നും പറയാം. ഓക്കെ, അത് നമുക്ക് നോക്കണ്ട. അപ്പൊ നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു എന്തായിരുന്നു ഇൻഡെക്സ് ഫിംഗർ എന്തായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറയുന്നത്. നമ്മളുടെ മിഡിൽ ഫിംഗർ എന്തായിരുന്നു പറയുന്നത്, കറണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഫോഴ്സിൻ്റെതും ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നോക്കിയേ, ഈ ഒരു കേസിൽ നമ്മളുടെ കറണ്ട് വരുന്നത് എങ്ങനെയാണ് മക്കളെ കറണ്ട് വരുന്നത്, ഫോഴ്സ് വരുന്നത് മേലോട്ടാണ്. ഫോഴ്സ് എവിടെ, ഏതിലായിരുന്നു ഫോഴ്സ്, ഇതായിരുന്നു ഫോഴ്സ്. ഫോഴ്സ് വരുന്നത് മേലോട്ട്, കറണ്ട് ഏതായിരുന്നു, കറണ്ടിന് ഏതായിരുന്നു കറണ്ട് വരുന്നത്, നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു, ഇതായിരുന്നു അല്ലെ. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു വരുന്നത്, മുകളിലോട്ടാണ് അല്ലെ. അപ്പൊ മുകളിലോട്ട് നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, എങ്ങനെ കാണിക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണിക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ഒരു സൈഡിലേക്കാണ്. നമ്മളുടെ ഫോഴ്സ് വരുന്നത് എന്താണ്, ഈ ഒരു ഡയറക്ഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാൻ പറ്റും. ഏതാണ് റൂള് വരുന്നത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താ പറയുന്നത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ടു കറന്റ് കാരിങ് വയർ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ആസ് വെൽ ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നാ പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ വെച്ച് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിൽ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് മോട്ടർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണാൻ ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ട്. ഇലക്ട്രിക് മോട്ടർ നമ്മളുടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റാണ്, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. അതാണ് നമ്മളുടെ ഇലക്ട്രിക് മോട്ടറിൽ നടക്കുന്നത്. എന്താണ് ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അത് ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു, നമ്മളുടെ മെക്കാനിക്കൽ എനർജി അല്ലെ. നമുക്ക് നമ്മളുടെ ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫാനിന്റെ കാര്യം എന്ന് പറയാം അല്ലെ. ഒരു മോട്ടർ യൂസ് ചെയ്തിട്ട് എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നമ്മൾ അതിലുള്ള ഉള്ളിലുള്ള ഒരു മോട്ടർ യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് അത് നമുക്ക് അവിടെ അല്ലെ ആ ഒരു റൊട്ടേറ്റിംഗ്, അവിടെ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഇലക്ട്രിക് മോട്ടറാണ്. അതുപോലെ ഇലക്ട്രിക് മോട്ടറിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് എന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇലക്ട്രിക് മോട്ടർ കൺവേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, it consists of a rectangular coil ABCD made up of an insulated copper wire. The coil is placed perpendicular into magnetic field. There are two conducting brushes X and Y. Coil in ABCD enters through a source battery through a conducting brush X and flows back to battery through the brush Y. Okay, ma'am explain ചെയ്തു തരാം. ഓക്കെ, ഇവിടെ നോക്കിയേ എന്താണ് പറയുന്നത്. ഇപ്പൊ ഇതാണ് നമ്മളുടെ ഒരു വയർ. ഓക്കെ, ഇവിടെ ഒരു കോയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് മാഗ്നറ്റ് നമ്മുടെ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ നമ്മളുടെ ഒരു കോയിൽ ഇൻസേർട്ട് ചെയ്താണ് ചെയ്തത്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഒരു റെക്ടാംഗുലർ ഷേപ്പിൽ ഒരു കോയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് റിങ്സ്. ഓക്കെ, ഇത് സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഓക്കെ, സ്പ്ലിറ്റ് റിങ്സ് ആണ്. അതിന് അടുത്ത് 2 ബ്രഷസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അറ്റാച്ച് ചെയ്തിട്ട് ബ്രഷസ് ഉണ്ട്. ഇത് ആക്സിലാണ്. ഈ ബ്രഷസ് ആണ് നമ്മളുടെ നമ്മളുടെ വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സോഴ്സ് അല്ലെ, കറണ്ടിന്റെ സോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രഷസ് ആണ്. ഇവിടെ എന്താണ് സ്പ്ലിറ്റ് റിങ്സ് ആണ്. സ്പ്ലിറ്റ് റിങ്സ് എന്താണ്, PQ എന്നാണ് പറയുന്നത്. P and Q കണ്ടോ, ഈ AB എന്ന് പറയുന്ന ഈ കോയിൽ കണക്ട് ചെയ്തത് ഈ P ആണ്. ഈ CD എന്നുള്ള കോയിൽ കണക്ട് ചെയ്തത് ഈ Q ആണ്. അവിടെ എന്താണ് ഈ ബ്രഷസ് X and Y എന്ന് പറഞ്ഞ ബ്രഷസ് ആണ്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെന്റ് മനസ്സിലാവുന്നുണ്ടോ. നമ്മൾ ഇലക്ട്രിക് മോട്ടറിന്റെ ഒരു സിമ്പിൾ ഇലക്ട്രിക് മോട്ടറാണ്, കൊമേഴ്ഷ്യൽ ഇലക്ട്രിക് മോട്ടർ. അതായത് സിമ്പിൾ ഒരു കോയിൽ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ബ്രഷസ് X and Y എന്നുണ്ട്.
ഓക്കെ, ഈ ഒരു കേസിൽ എങ്ങനെ നടക്കുന്ന വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇതാണ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ആണ് അല്ലെ, പോസിറ്റീവ് ടെർമിനൽ നിന്നാണ് നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തുമ്പോൾ കറണ്ട് പാസ് ചെയ്ത് ഈ ആക്സിൽ വൈ ഈ എ ബി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെ, കറണ്ടിന്റെ ഡയറക്ഷൻ ആണേ കാണിക്കുന്നത്, കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇതിൽ നിന്ന് നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലേ. നോർത്ത് ടു സൗത്ത് ആണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെ. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങനെയാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അല്ലെ, ഇങ്ങനെയാണ് അല്ലെ കറണ്ടിന്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ, കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്. ഇപ്പൊ നമ്മൾ ഇതിലൂടെ കറണ്ട് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചെന്തായിരുന്നു, നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പഠിച്ചത് അല്ലെ. അപ്പൊ ഇതിൽ നമ്മളൊരു ഫോഴ്സ്, ഈ ഒരു കോയിൽ ഒരു ഫോഴ്സ് വരും, അവിടെ എന്താണ് ഒരു മൂവ്മെന്റ് നടക്കും. ഓക്കെ, ആ ഒരു അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു എ ബി എന്ന് പറഞ്ഞാൽ കണ്ടാം, അപ്പൊ നമ്മളുടെ ഈ എ ബി എന്ന് പറഞ്ഞ സൈഡിൽ കറണ്ട് എങ്ങനെയാണ് അപ്വേർഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ, നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഡയറക്ഷൻ കിട്ടേണ്ടത്? എന്തിന്റെ ഡയറക്ഷൻ? ഫോഴ്സിന്റെ ഡയറക്ഷൻ, എവിടെയാണ് മൂവ്മെന്റ് നടക്കുന്നതെന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഫ്ലെമിക്സ് ഏത് റൂൾ യൂസ് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം അല്ലെ. ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾസ് എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലെ. ഇതെന്തായിരുന്നു? ഫോഴ്സ് ആണ്, ഇത് ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇതെന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇത് കറണ്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ നോക്കിയേ, ഇത് കറണ്ട്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലെ, നമുക്ക് ഇങ്ങനെ തന്നെ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇത് കറണ്ട്, മിഡിൽ ഫിംഗർ കറണ്ട്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ല ഈ ഡയറക്ഷൻ. അപ്പം ഈ ഒരു ഇത് എന്താണ്? ബാക്കോട്ടേക്കാണ് അല്ലെ ഫോഴ്സ്. ഇതാണ് നമ്മുടെ തമ്പാണ് എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഡയറക്ഷൻ അവിടെ നിന്ന് എങ്ങനെയാ മനസ്സിലാവുന്ന നോക്കിയൊന്ന് ചെയ്ത് നോക്കിയേ. ഇങ്ങനെയാണ് കണ്ടോ, ഇതെന്തിന്റെ ഡയറക്ഷൻ ആണ്? നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷൻ നമ്മളുടെ എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതെന്തായിരുന്നു? നമുക്ക് വേണ്ട ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫോഴ്സ് എങ്ങനെ? ഇങ്ങനെ ഉള്ളോട്ടേക്കാണ് അല്ലെ. ഇപ്പൊ ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കോയിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മാഗ്നറ്റിക് കോയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ കോയിലിന്റെ താഴത്തേക്കാണ് നമ്മളുടെ ഫോഴ്സ്. അപ്പൊ എന്താണ്? ആ എ ബി എന്ന് പറഞ്ഞത് മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? താഴോട്ടേക്കായിരിക്കും നിൽക്കുക. ഈ എ ബി എന്ന് പറഞ്ഞ ഈ കോയിൽ നമ്മളുടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ചെരിയും കണ്ടോ, ഇതൊരു താഴത്തേക്ക് ഇങ്ങനെ ആവും. ഓക്കെ, ഈ കേസിൽ ഇത് താഴത്തേക്ക്. ഓക്കെ, ഇനി ഈ കേസ് ഇൻ സി ഡി അവിടെ നിൽക്കട്ടെ. ഇനി സി ഡിന്റെ കേസിൽ വരുമ്പോൾ നമ്മളുടെ എന്താവും? ഈ സി ഡി എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഏത് ഡയറക്ഷൻ ആണ്? എങ്ങോട്ടാണ്? താഴോട്ടേക്കാണ് കറണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സെയിം ഇതിലൊന്ന് ചെയ്ത് നോക്കിയേ. എങ്ങനെയാണ് വരിക? ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെ, കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതെന്താണ്? നമ്മളുടെ എന്തിന്റെ ഡയറക്ഷൻ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇതെന്താണ്? നമ്മളുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫോഴ്സ് ഇങ്ങനെ പുറത്തേക്കാണ്. അപ്പൊ എന്താണ്? അത് അപ്വേർഡ് ആണ് അല്ലെ. നേരത്തെ നമ്മൾ ഫോഴ്സ് അങ്ങോട്ടായിരുന്നു, ഡൗൺവേർഡ് ആയിരുന്നു. ഫോഴ്സ് ഇത് പുറത്തേക്കാണ്. അപ്പൊ നമ്മളുടെ ഈ എ ബി എന്ന് പറഞ്ഞത് താഴത്തേക്കും പോവും, സി ഡി എന്ന് പറഞ്ഞത് മുകളിലേക്കും വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരൊറ്റ കോയിലായിട്ടാണ് ഈ ഒരു ചെരിവ് വരും അല്ല, ഒരു മൂവ്മെന്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് ഈ ഒരു ബ്രഷ് എക്സ് എന്ന് പറഞ്ഞ ബ്രഷിലൂടെ കറണ്ട് ഇങ്ങനെ പോയി എ ബിയിലെത്തി ഇങ്ങനെ വന്നല്ലേ. ഇങ്ങനെ വരുമ്പോൾ എ ബിയിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ കോയിൽ ഇങ്ങനെ ചെരിയും. ഈ ഒരു സൈഡിൽ സി ഡി എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരും. അപ്പൊ അത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത് താഴോട്ട് പോവും, ഇത് മുകളിലേക്ക് വന്ന് അത് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഈ ഒരു ഡയറക്ഷന് ഓക്കെ, ഇത് വന്ന് സിമ്പിൾ ആയിട്ട് പറയണ ഇങ്ങനായിരുന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പറയാണ് എ ബി സി ഡി. ഇപ്പൊ ഇവിടെ ആയിരുന്നു എ ബി സി ഡി, ഇതായിരുന്നു നമ്മളുടെ ഡയറക്ഷൻ. ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നായിരുന്നു ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇത് ബാക്ക് ആയിട്ട് പോകുന്നു ഇങ്ങനെയായിരുന്നു. ഇനി ഈ കേസ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഒരു റൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അറിയാം ഈ സി ഡി എന്നുള്ളത് ഈ സൈഡിലാവും. സി ഡി എന്നുള്ള സൈഡ് ചേഞ്ച് ചെയ്യും.
ഓക്കെ, സി ഡി എന്നുള്ളത് ഈ സൈഡിലേക്കും എ ബി എന്നുള്ളത് എന്താവും ഈ സൈഡിലേക്കും എത്തും. ഓക്കെ, ഇവിടെ നമ്മളുടെ ഈ കോയിൽ മാത്രമാണ് റൊട്ടേറ്റ്, ഈ സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്തിട്ട് കോയിൽ മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്പ്ലിറ്റ് റിംഗ്, ഈ ബ്രഷസ് ഒന്നും റൊട്ടേറ്റ് ഇല്ല, കോയിലിന് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സി ഡി എ ബി എന്നുള്ള സൈഡ് മാറും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ജസ്റ്റ് ഈ എ ബി എന്നുള്ളത് ചേഞ്ച് ചെയ്തും സൈഡ് മാറിയാൽ ഇതെന്താണ്, ഇത് എന്തുമായിട്ടാണ് കണക്ട് ആയത്? ഓക്കെ, കറണ്ട് എങ്ങനെ പാസ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് റഫ് ഫിഗർ ആണ്. അപ്പൊ എന്താണ്, ഇത് പോസിറ്റീവ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെയും കറണ്ട് പോകുന്നത് ഏത് ഡയറക്ഷൻ ആണ്? പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ കറണ്ട് ഇങ്ങനെ തന്നെ. അപ്പം നമ്മളിപ്പം തിരിഞ്ഞ് സി ഡി എന്ന സൈഡിലേക്ക് എത്തി. ഇനി ഇതേപോലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതുപോലെ പിന്നെയും നമ്മൾ ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സി ഡി എന്ന് പറഞ്ഞത് ഇനി എന്താവും? സി ഡിയിലെ ഫോഴ്സ് എന്താവും? ഡൗൺവേർഡിലേക്ക് പോകും. ഓക്കെ, മനസ്സിലാവുന്നതാണ്. സി ഡി പിന്നെ താഴോട്ടേക്ക് തന്നെ പോകും. ഓക്കെ, സി ഡി താഴോട്ടേക്ക് പോകും. എ ബിന്റെ കേസിൽ എന്ത് ചെയ്യും? അത് മുകളിലേക്ക് വരും. ഓക്കെ, ഫോഴ്സ് മുകളിലേക്കായിരിക്കും, അപ്വേർഡ് ആയിരിക്കും. അത് പിന്നെയും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ മോട്ടോറിന്റെ റൊട്ടേഷൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആണ് എന്താണ്, ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? കറണ്ടിന്റെ റിവേഴ്സിങ് നടക്കുന്നുണ്ട് അല്ലെ? ഈ ഒരു കോയിലിൽ നമ്മൾ കറണ്ട് എന്താണ് റിവേഴ്സിൽ ഓടാൻ തുടങ്ങുന്നുണ്ട് അല്ലെ? ആദ്യം എ ബിയില് ആദ്യം എ ബിയിൽ നമ്മളുടെ കറണ്ട് അപ്വേർഡ് ആയിരുന്നു. ഈ കേസിൽ നമ്മളുടെ ഒരു റൊട്ടേഷൻ കഴിഞ്ഞു, നമ്മളുടെ കേസിൽ എ ബിയിൽ കറണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയി. ഓക്കെ, അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി. അപ്പൊ നമ്മളുടെ സ്പ്ലിറ്റ് റിംഗ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്? ഒരു കമ്മ്യൂട്ടേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഒരു കമ്മ്യൂട്ടേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്താ? സ്പ്ലിറ്റ് റിംഗ്സ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മോട്ടോറിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. മോട്ടോറിന്റെ വർക്കിങ്ങിൽ ജസ്റ്റ് രണ്ട് എന്താണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണ് ഒരു കോയിൽ കണക്ട് ആക്കുകയാണ്, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൽ. അത് എന്തായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് റിംഗ്സ്. ഓക്കെ, എ ബി ഇതിന്റെ സൈഡ് എന്താണ് പി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗുമായിട്ടും ക്യൂവിന്റെ പി സി ഡിന്റെ സൈഡ് ക്യൂ എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ സ്പ്ലിറ്റ് റിംഗ് എന്താണ് ഒരു ബ്രഷ് ആയിട്ട് കണക്ട് ചെയ്ത് ആ ബ്രഷസ് ആണ് എന്ത് നമ്മളുടെ ഇത് സർക്യൂട്ട് ആയിട്ട് കണക്ട് ആണ്. ആ സർക്യൂട്ട് വഴി ആണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്താണ് അപ്വേർഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് എ ബിയിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച് ആംബിയൻസിന് എക്സ്പെരിമെന്റ് മനസ്സിലായി. അവിടെ എന്താണ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായി. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്തപ്പം എന്ത് മനസ്സിലായി? അവിടെ എന്താണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? ഇവിടെ എന്താണ് ഒരു മൂവ്മെന്റ് നടക്കും അല്ലെ? ഇത് എന്താണ് ഒരു കറണ്ട് ക്യാരിങ് കോയിലാണ്. അത് എന്തിന്റെ അടുത്താണ് കൊണ്ടുപോയി വെച്ചത്? മാഗ്നറ്റിന്റെ നടുവിലാണ് വെച്ചത് അല്ലേ? അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ് ഒരു മൂവ്മെന്റ് നടക്കും. ആ ഒരു അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ എന്താണ്, അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് മനസ്സിലായി. എന്ത് മനസ്സിലായി? എ ബി എന്ന് പറഞ്ഞത് എന്താണ്? ബാക്കോട്ട് ഇങ്ങനെ നിൽക്കുന്ന എ ബി എന്ന് പറഞ്ഞ കോയിൽ, ഇങ്ങനെ നിൽക്കുന്ന കോയിലാണ്. അത് എന്താണ് ഇങ്ങനെ താഴത്തേക്കാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഈ സി ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുകളിലോട്ടും. എ ബി എന്ന് പറഞ്ഞത് താഴോട്ടേക്കാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, സി ഡിന്റെ കേസും നമ്മൾ ഫ്ലെമിക്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് പഠിച്ചു. അപ്പൊ സി ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്വേർഡും, എ ബി എന്ന് പറഞ്ഞാൽ താഴോട്ടും. അതിങ്ങനെ പോയി ഈ സൈഡ് തിരിഞ്ഞു. ഓക്കെ, സൈഡ് തിരിഞ്ഞിട്ട് എ ബി ഈ സൈഡിലേക്കും സി ഡി ഈ സൈഡിലും എത്തി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ റിവേഴ്സ് ചെയ്യാണ്. അവർ എന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ സൈഡിലേക്ക് എത്തി. അപ്പൊ സി ഡിയിൽ എന്തായി? പിന്നെയും കറണ്ട് നമ്മളുടെ മേലോട്ട് അല്ലെ? പിന്നെ ഈ ഒരു ഇതിവിടെ സി ഇതൊരു ഡി ആയി മാറി. ഇവിടെ എ കൺഫ്യൂഷൻ ആവരുത്, എ ബി ആയി മാറി. ഓക്കെ, അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പം പിന്നെ ഇവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന, കാരണം ഇവിടെ എന്താണ് പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവ് ടെർമിനൽ ഇവിടെ ആയതുകൊണ്ട് എന്തായാലും കറണ്ട് മേലോട്ട് പാസ് ചെയ്യുന്ന നമുക്കറിയാം. ഇതെന്താണ് ഈ മാം കാണിച്ചത്? എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. നമുക്കറിയാം നോർത്ത് ടു സൗത്ത് ആണ്. കറണ്ട് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇതെന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ യൂസ് ചെയ്തത്? ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ആണ്.
ഇതെന്താണ് നമ്മളുടെ കറണ്ടാണ് അല്ലേ, ഇങ്ങനെയാണ് അല്ലേ, അല്ല അങ്ങനെയല്ല മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതെന്താണ് അങ്ങോട്ടാണ്, അങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ ഫോഴ്സ് താഴോട്ടേക്കാണ്. അപ്പം നമ്മളുടെ സി ഡി എന്ന് പറഞ്ഞത് മൂവ്മെന്റ്, സി ഡി എന്ന് പറഞ്ഞാൽ പിന്നെയും താഴോട്ടേക്ക് പോയി. അപ്പൊ എന്താണ്, എ ബി മുകളിലേക്ക് വന്നു. അത് അങ്ങനെ അങ്ങനെ എങ്ങനെ അത് റൊട്ടേഷൻ നടക്കും. അങ്ങനെയാണ് നമ്മളുടെ ഇലക്ട്രിക് മോട്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോയിൽ, ഈ ഒരു സംബന്ധം നമ്മൾ ആർമേച്ചർ എന്നാണ് പറയാം. ഓക്കെ, ഈ ഒരു സംഭവം ഇത് ശരിക്കും വർക്കിംഗ് മോഡൽസിന്റെ വീഡിയോസ് കണ്ടാൽ കറക്റ്റ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. വർക്കിങ്ങിന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. കറക്റ്റ് ഇതിന്റെ വീഡിയോസ് ശരിക്കും കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കണം. ഇലക്ട്രിക് മോട്ടറിന്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണെന്നുള്ളതും ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലായാലും നമ്മളുടെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫോഴ്സിൻ ഓർ മോഷൻ അല്ലെ, ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് അവിടെ മോഷൻ ഉണ്ടാവുന്നത്. ഫോഴ്സ് ഓർ മോഷൻ ഇതെന്തിൻ്റെയായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആയിരുന്നു. ഇതെന്തായിരുന്നു, നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരുന്നു. ഈ ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി ഇന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ. ആൻഡ് ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു എന്താണ്, മെക്കാനിക്കൽ എനർജി അല്ലെ. ഈ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത് അല്ലെ. നമ്മൾ നേരത്തെ മാം പറഞ്ഞു ഫാനിന്റെ കേസിൽ അല്ലെ, ഫാൻ അതാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അത് റൊട്ടേഷനിലേക്ക് വരികയാണ് അല്ലെ. ആ ഒരു കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എന്താണ്, കാറ്റ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ കോയിൽ എ ബി സി ഡി അല്ല. അതാണ് റെക്ടാങ്കുലർ കോയിൽ, മാം കാണിച്ച റെക്ടാങ്കുലർ കോയിൽ എ ബി സി ഡി മെയ്ഡ് അപ്പ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ. എന്താണ്, കോപ്പർ വയർ വെച്ച് ഇൻസുലേറ്റഡ് ആയതാണ്. ദ കോയിൽ ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. എങ്ങനെ ചെയ്തത്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചത്. പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കണം, ഇത് പെർപെൻഡിക്കുലർ. ഇത് മാഗ്നറ്റ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കോയിൽ വെച്ചത്. ഓക്കെ, there are 2 conducting brushes X and Y അല്ലെ. നമ്മൾ X and Y brushes പറഞ്ഞു. Current in coil ABCD enters through a source battery through conducting brushes X and flows back to battery through brush Y അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എന്തായിരുന്നു, ഈ എക്സിലൂടെ നമ്മളുടെ എന്താണ്, ഓക്കെ, ഈ എക്സിലൂടെ എന്താണ് കറണ്ട് പാസ് ചെയ്യുക അല്ലെ. ഇവിടെ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കണം. അപ്പം കറണ്ട് എക്സിലൂടെ കറണ്ട് പാസ് ചെയ്യാണ് ഈ കോയിലിലേക്ക്. ഓക്കെ, അതാ പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, there are 2 conducting brushes X and Y. Current in the coil ABCD enters through a source battery. ഒരു സോഴ്സ് ബാറ്ററിയിലൂടെയാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നത് through conducting brushes X and flows back to the battery എന്താണ്, വൈയിലൂടെ അല്ലെ. അല്ലെ, ഇതിലൂടെ ഇങ്ങനെ ചെയ്ത് ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ തിരിച്ച് ഈ വൈ ബ്രഷസ് അല്ലെ, വൈലിലൂടെ തിരിച്ച് ആണ് നമ്മളുടെ ബാറ്ററിയിലേക്ക് വരുന്നതാണ്. ഇതിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ദ സ്പ്ലിറ്റ് റിംഗ് ആക്ട് ആസ് എ കമ്മ്യൂട്ടേറ്റർ. മാം നേരത്തെ പറഞ്ഞു സ്പ്ലിറ്റ് റിംഗ് ആണ് നമ്മൾ എന്താണ് കമ്മ്യൂട്ടേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ്, അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാ പറയാം. കാരണം നമ്മളുടെ ഈ എ ബി എന്നുള്ളത് ഈ സൈഡിൽ നിൽക്കുമ്പോൾ എന്താണ്, അപ്വേർഡ് നമ്മളുടെ ഡയറക്ഷൻ അതിൻ്റെ മുകളിലേക്കായിരുന്നു നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെ. അപ്പൊ തിരിഞ്ഞു, ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് എ ബി ആ സൈഡിലേക്ക് എത്തിയപ്പോൾ അവിടെ കറണ്ട് ഡയറക്ഷൻ താഴോട്ടേക്കായി. അപ്പം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് സ്പ്ലിറ്റ് റിംഗ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും MCQs ചോദിച്ചാൽ മനസ്സിലാക്കുന്ന സ്പ്ലിറ്റ് റിംഗ് ആണ് അവിടെ കമ്മ്യൂട്ടേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, എന്താണ്, അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, they are used in electromagnets as soft iron core on which coil is wound. എന്താണ്, they are electromagnets യൂസ് ചെയ്യുന്നുണ്ട് ആ സോഫ്റ്റ് അയൺ കോ ഓൺ വിച്ച് കോയിൽ ഇസ് wound. Armature enhance the power of the motor. ഓക്കെ, ആർമേച്ചർ എന്ന് പറയുന്ന ആ ഒരു സെറ്റാണ്, അത് എന്താണ് നമ്മളുടെ മോട്ടറിന്റെ പവർ എൻഹാൻസ് ചെയ്യുന്നത് ഈ ആർമേച്ചറാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് മോട്ടറിന്റെ നമുക്ക് ബേസിക് ഐഡിയ കിട്ടിയല്ലോ. എന്താണ് ഇലക്ട്രിക് മോട്ടർ, എന്താണ് കൺവേർട്ട്, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു എന്താണ്, മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് നമ്മൾ മോട്ടോർ കൺവേർട്ട്. അതിനാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടോർ വർക്കിംഗ് കാണിക്കുന്നത് അല്ലേ. എവിടേക്കാണോ ഫോഴ്സ് ന്റെ ഡയറക്ഷൻ, എവിടേക്കാണോ മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മനസ്സിലായല്ലോ.
ഓക്കെ, അതുകൊണ്ടാണ് മാം ഈ ഒരു മോട്ടറിൽ നിന്നുള്ള കേസ് വന്നപ്പോഴാണ് ഫെലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയി നമ്മൾ പറഞ്ഞത് അല്ലേ. നമുക്ക് മനസ്സിലായി എന്താണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് വെച്ചിട്ട് അവിടെ ഒരു മൂവ്മെന്റ് അല്ലെ തെറിച്ച് പോകുന്നുണ്ട് നമ്മളെ കണ്ടക്ടർ. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത പറയുന്നത് ഫാരഡേസ് എക്സ്പെരിമെന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ NCERT കാണാം ഒരു പോർഷനായിട്ട് ഫാരഡേസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഇതിലേക്ക് വരുന്നത്. അതിൽ ഫാരഡേസ് എക്സ്പെരിമെന്റ് എന്താണ് പറയുന്നത്? ഫാരഡേ ഡിസ്കവേർഡ് ദാറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ട്സ് വിത്ത് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ബൈ ഇൻഡ്യൂസിങ് എ വോൾട്ടേജ് നോൺ ആസ് EMF. എന്താണ് ആ EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ബൈ electromagnetic induction. Okay, electromagnetic induction. Moving a magnet towards a coil sets a current in the coil circuit as indicated by deflection in the galvanometer needle. എന്താ പറയുന്നത്? ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു കോയിൽ, ഒരു സർക്കുലർ കോയിൽ ഉണ്ട്. അതിൻ്റെ അടുത്ത് ഗാൽവനോമീറ്റർ കേട്ടിട്ടുണ്ടോ? ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇതാണ്. അത് നമ്മളുടെ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ. ആ ഗാൽവനോമീറ്റർ റീഡിങ് വെച്ച് നമുക്ക് കറണ്ടിന്റെ എന്ന് പറയുന്നത് 0-ലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ നമുക്ക് നീഡിലിന്റെ ഡിഫ്ലക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഒരു കറണ്ട് കോയിൽ ലൂപ്പ് ഉണ്ട്. അതിൽ ജസ്റ്റ് നമ്മൾ നീഡിലിന്റെ മൂവ്മെന്റ് നടത്തപ്പം അതിൽ കോയിലിൽ ഡിഫ്ലക്ഷൻ വന്നു എന്നാണ് ഫാരഡെ കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താ പറയുന്നത്? ഫാരഡെ ഡിസ്കവേർഡ് ദാറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ട്സ് വിത്ത് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ബൈ ഇൻഡ്യൂസിങ് എ വോൾട്ടേജ് നോൺ ആസ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൂവിങ് എ മാഗ്നറ്റ് ടുവേർഡ്സ് എ കോയിൽ സെറ്റപ്പ് എ കറന്റ് ഇൻ ദ കോയിൽ സർക്യൂട്ട് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ നീഡിൽ. എന്താ പറയുന്നത്? മൂവിങ് എ മാഗ്നറ്റ് ടുവേർഡ് കോയിലിന്റെ അടുത്തേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പം എ കറണ്ട് ഇൻ ദ കോയിൽ സർക്യൂട്ട് ഇൻഡിക്കേറ്റഡ് ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ നീഡിൽ. ഒക്കെ അവിടെ എന്താണ് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് ഇലക്ട്രിക് ജനറേറ്റർ നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഇലക്ട്രിക് മോട്ടറാണ് കഴിഞ്ഞത്. ഇലക്ട്രിക് ജനറേറ്റർ നേരെ എന്തായിരുന്നു? ഇലക്ട്രിക് മോട്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രിക് ജനറേറ്റർ നമുക്ക് അറിയുന്ന അല്ലെ, കറണ്ട് ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്ന ജനറേറ്റർ. അപ്പോൾ എന്തായിരിക്കും അത്? മെക്കാനിക്കൽ എനർജിനെ നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മളുടെ ഇലക്ട്രിക് ജനറേറ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഇലക്ട്രിക് ജനറേറ്റർ നോക്കാം. ഓക്കെ.